സിദ്ദീഖ് തങ്ങൾക്കൊരു മോഹം. ഇസ്ലാമിക വിശ്വാസം പരസ്യമായി ഒന്ന് പ്രഖ്യാപിച്ചാലോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിച്ചു. അബൂബക്കറെ, നമ്മൾ വളരെ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹതാപത്തോടെയും സ്നേഹത്തോടെയും സിദ്ദീഖ് തങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷേ സിദ്ദീഖ് തങ്ങൾക്ക് തൻ്റെ ആഗ്രഹം അടക്കാൻ കഴിയുന്നില്ല. യാ റസൂലല്ലാഹ്, എനിക്ക് സഹിക്കാനാവുന്നില്ല. സത്യം മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല റസൂലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം വെമ്പുകയാണ്. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചു. കഅബയുടെ മുമ്പിൽ സിദ്ദീഖ് തങ്ങൾ നിൽപ്പുറപ്പിച്ചു. സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് സന്തോഷം അലതല്ലുന്നുണ്ട്. ഹൃദയത്തിൽ ധൈര്യം പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ സത്യമാണല്ലോ വിളിച്ചു പറയാൻ പോകുന്നത്. അതുവഴി ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ എത്ര നേട്ടമാണ് തന്നെ കാത്തിരിക്കുന്നത്. ശക്തമായ എതിർപ്പുണ്ടാകുമെന്ന ബോധ്യമുണ്ടായിട്ടും സധൈര്യം മുന്നോട്ട് വന്നിട്ടുള്ളത് നേരിടാനിരിക്കുന്ന മഹത്വത്തെ ആലോചിച്ചിട്ടാണല്ലോ. സിദ്ദീഖ് തങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മക്കക്കാരെ, അള്ളാഹുവിലേക്ക് വരൂ, അവൻ്റെ ദൂതനെ വിശ്വസിക്കൂ, ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കൂ. ആ ശബ്ദം ജനങ്ങളുടെ കാതുകളിലേക്ക് ഇരച്ചു കയറി. മുശ്രിക്കുകളുടെ മുഖം കോപത്താൽ നിറഞ്ഞു. കിട്ടിയതുകൊണ്ടൊക്കെ അവർ മർദ്ദിച്ചു. ചവിട്ടും തൊഴിയുമൊക്കെ ഏൽക്കേണ്ടി വന്നു. ഒടുവിൽ ഉത്ബ ബിൻ റബീഅ എന്ന തമ്മാടി അവൻ്റെ ആണി തറച്ച ചെരുപ്പ് കൊണ്ട് മുഖത്ത് മൂക്ക് വേർതിരിച്ചറിയാത്ത വിധം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിക്കേൽപ്പിച്ചു. അതോടെ അബൂബക്കറിൻ്റെ ഗോത്രക്കാരായ ബനൂ തൈം രംഗത്തെത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതോടെ മരണപ്പെടും എന്നെല്ലാവരും ഉറപ്പിച്ചു. ബോധരഹിതനായ അദ്ദേഹത്തെ കുടുംബക്കാർ ഒരു വസ്ത്രത്തിൽ വഹിച്ച് വീട്ടിലേക്ക് മാറ്റി. ഈ മർദ്ദനത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ ഉത്ബയെ വധിച്ചു കളയുമെന്ന് ബനൂ തൈം പ്രഖ്യാപിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫയും കുടുംബക്കാരും അദ്ദേഹത്തിന് ബോധം തെളിയുന്നതും കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ മെല്ലെ കണ്ണു തുറന്നു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരം എന്താണ്? കൂടി നിന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടുപോയി. ഇതെന്തൊരത്ഭുതം! രക്തം വാർന്നൊലിച്ചിട്ടും ബോധരഹിതനായിട്ടും ഇപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിക്കുകയോ? പലരും സിദ്ദീഖ് തങ്ങളെ കുറ്റപ്പെടുത്തി. ചിലർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഉമ്മുൽ ഖൈറിനോടായിട്ട് ആവശ്യപ്പെട്ടു, നീ മകന് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ കൊടുക്കൂ. ഉമ്മ അടുത്തേക്ക് വന്നു. ഉടനെ മകൻ ചോദിച്ചു, ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തായി? മോനെ, എനിക്കൊരു വിവരവുമില്ല. ഉമ്മ ഇത്രയും പറഞ്ഞ് വല്ലതും കുടിക്കാൻ നിർബന്ധിച്ചു. അള്ളാഹുവാണേ സത്യം, ഞാൻ ഇനി നബിയെ കണ്ടിട്ടേ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഉള്ളൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അടുത്തുള്ളവർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ആളുകൾ അടങ്ങിയപ്പോൾ ഉമ്മയുടെ തോളിൽ താങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് നീങ്ങി. സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് വന്നു. ആലിംഗനം ചെയ്തു ചുംബനം നൽകി. അവിടെയുള്ള വിശ്വാസികൾ കണ്ണീർ വാർത്തുകൊണ്ട് ആലിംഗനം ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവർ എൻ്റെ മുഖത്ത് പരിക്കേൽപ്പിച്ചെന്നേ ഉള്ളൂ. ഇതെൻ്റെ ഉമ്മ ഉമ്മുൽ ഖൈർ. എന്നോട് വലിയ വാത്സല്യമാണ്. അവിടുന്ന് എൻ്റെ ഉമ്മയെ നരകത്തിൽ നിന്നൊന്ന് കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശേഷം ഉമ്മുൽ ഖൈറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉമ്മുൽ ഖൈർ വിശ്വാസിനിയായി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.